അങ്ങനെ എല്ലാ ശിവരാത്രിക്കുമുള്ള ആ ഒരു പതിവ് ഇത്തവണയും തെറ്റിച്ചില്ല. നേരം ഇരുട്ടുന്നതിന് മുന്നേ നേരെ പല്ലാസയിലെത്തി. ചെന്നപ്പോൾ എനിക്കായിട്ടുള്ള കയാക്ക് റെഡിയായിട്ട് കിടക്കുന്നു. അങ്ങനെ കയാക്കും എടുത്ത് പ്രകൃതിയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നേരെ പൊന്നന്തുരത്തിലേക്ക്. ഇവിടെ മോർണിംഗ് സൺറൈസ് കയാക്കിങ്ങും ഉണ്ട്, ഈവനിങ് സൺസെറ്റ് കയാക്കിങ്ങും ഉണ്ട്. ഇത് രണ്ടും രണ്ട് വൈബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ആസ്വാദികരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും പറയാൻ കഴിയത്തില്ല. ഒന്ന് വർണ്ണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾക്കൊരു വെള്ളിത്തിളക്കമാണെങ്കിൽ അസ്തമന സൂര്യന് പൊന്നിൽ കുളിച്ച തിളക്കമാണ്. ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വലിയ ഹൗസ് ബോട്ടുകൾ അടുത്തുകൂടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരമാലയിൽ അങ്ങനെ ആടി വലയുമ്പോൾ പ്രകൃതിയാകുന്ന അമ്മ തൊട്ടിലാട്ടുന്നത് പോലുള്ളൊരു അനുഭൂതിയാണ്. ഇനി പൊന്നന്തുരുത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഈ മനോഹര തീരത്ത് ചെന്ന് ഇറങ്ങിക്കണ്ട കാഴ്ചകൾ എന്നെ വേദനിപ്പിക്കുന്നതായിരുന്നു. പോലീസിൻ്റെയും ഫയർ റെസ്ക്യൂ ടീമിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി നടത്തുന്ന ഈ ഒരു ശിവരാത്രി മഹോത്സവം വളരെ നന്നായി കോർഡിനേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടി ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നുവെങ്കിലെന്ന് വെറുതെ ആഗ്രഹിച്ചു. അങ്ങനെ അസ്തമയ സൂര്യൻ പ്രകൃതിയിലൊരുക്കുന്ന ദൃശ്യവിസ്മയം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ വിളക്ക് കൊളുത്തുന്ന ചടങ്ങ് ആരംഭിക്കുകയായി.